അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു വരി പാടി അങ്ങ് അവസാനിപ്പിച്ചാലോ? ഗൗരിയെ കൈ കിട്ടിയിട്ട് വിടാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് മറന്നിട്ടൊരു പാട്ട്, ഒരു വരി. എന്ത് പാടേണ്ടത്? ഏത് പാട്ട്? നമുക്ക് മുറിവുകളൊക്കെ മാറ്റി നമുക്ക് ഒരു അടിച്ചു പൊളിച്ചൊരു വരി പാടി അങ്ങ് അവസാനിപ്പിക്കാം. ഒരു മെസ്സേജ് ആയിട്ടാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. മെസ്സേജ് ആയിട്ട് എനിക്കൊന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അങ്ങു കിഴക്കത്തെ ചെന്താമരനനനനയിറ്റില്ല തറയിൽ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. ഗൗരി, ഒരു പ്രേക്ഷകൻ പറയുന്നു ബഹ്റിനിൽ നിന്ന്, വെരി ഗുഡ് മിസ്റ്റർ അരുൺ ഫോർ ബ്രിങ്ങിങ് ഹർ ഹിയർ. ഇത് ആൺകുട്ടികൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ജംഷീർ പറയുന്നു. ഗൗരിക്ക് എല്ലാവിധ പിന്തുണയുമുണ്ടെന്ന് അനീഷ് പറയുന്നു. ആൺകുട്ടികളെ പോലും വെറുതെ വിടാത്തവരുണ്ടെന്ന് എബ്രഹാം പറയുന്നു. ആ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഗൗരിയെ അഞ്ജുശ്രീ പിന്തുണയ്ക്കുന്നു. പാട്ട് അടിപൊളിയാണെന്ന് മുഹമ്മദ് മുഹസിൻ പറയുന്നു. സിമ്പിൾ ലൈഫ്. ഗൗരി ഞങ്ങൾ കൂടെയുണ്ട് മോളെ എന്ന് പ്രേക്ഷകർ പറയുന്നു. ധാരാളം കമൻറ്റുകൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഗൗരിയോട് പറയാം. ഈ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ ഗൗരി, ഈ പെൺകുട്ടികളുടെ കാര്യം എന്നതുപോലെ ഞാനും എനിക്കൊന്നൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. നമ്മൾ ഈ തീവണ്ടി യാത്രയിൽ ലോവർ ബർത്തിൽ കിടന്നുറങ്ങുമ്പോൾ അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന വ്യാജേന ഒരു പത്രം എടുത്തിട്ടാണ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ വരുന്നത്. പക്ഷേ അന്ന് നമ്മൾ ഈ പുറത്ത് സമൂഹമായിട്ടൊക്കെ ഇടപഴകി പോകുന്നതുകൊണ്ടും ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് വായിച്ചിട്ടുള്ളത് കൊണ്ടും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളത് ചാടി എഴുന്നേറ്റ് ഇരിക്കുക ചെയ്യുന്നത്. പിന്നീട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അവിടെ ഇരുന്ന് ഉറങ്ങുക ചെയ്യുന്നത്. അങ്ങനൊരു അവസ്ഥ ആൺകുട്ടിയായി എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് നിന്ന്, അത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് അന്നൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയില്ല. ഞാനിത് പ്രേക്ഷകരോട് തുറന്നു പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഗൗരി പറഞ്ഞതുപോലെ ഉണ്ടാവുന്നത്, ആൺകുട്ടികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ തുറന്നു പറയണം. അതുകൊണ്ടാണ് ഗൗരിയെ നമ്മൾ ഇന്ന് ഈ വാർത്താ പ്രഭാതത്തിൽ എത്തിച്ചത്. ഗൗരിക്ക് ഇങ്ങനെ വിവാദമുണ്ടാക്കി ഫെയിം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഗൗരി നല്ല പാട്ടുകാരിയാണ്. ഗൗരിക്ക് ഇഷ്ടംപോലെ ഷോകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഗൗരി പറഞ്ഞ കാര്യം അത് പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കട്ടെ. താങ്ക് യു ഗൗരി. ഗൗരി നമ്മുടെയൊക്കെ വീട്ടിലൊരു കുഞ്ഞനിയത്തിയെ പോലെയാണ്, നമ്മളെ ഒരു സഹോദരിയെ പോലെയാണ് ഗൗരി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ കുടുംബത്തിൽ ഒരു അംഗമായി കഴിഞ്ഞു ഗൗരി. ഗൗരിയെ നമ്മളെ തുടർച്ചയായിട്ട് ഈ പരിപാടികൾക്ക് വിളിച്ചിരുന്നു. 3ാമത്തെ തവണയാണ് ഗൗരി ഈ പ്രഭാത പരിപാടിയിൽ തന്നെ പങ്കെടുക്കുന്നത്. 3 ഘട്ടങ്ങളിലായി. താങ്ക് യു ഗൗരി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗൗരിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഗൗരി പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, രക്ഷിതാക്കൾ, ഇത് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്പേസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് മനുഷ്യരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിത് തുറന്നു പറയുന്നത്. തുറന്നു പറയണം ആ അനുഭവങ്ങൾ.